നോമ്പുകാല ധ്യാനം 20-ാം ദിവസം. ഈ നോമ്പുകാലം വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമാണ്. ഈ വീണ്ടെടുപ്പ് കാലത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അതിൻ്റെ സ്വാധീനം ഒക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതികളിലെല്ലാം അമ്മ മറിയത്തിന് നിർണായകമായ പങ്കുണ്ടായിരിക്കണം എന്നത് സ്വർഗപിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. അന്ന് വൈകുന്നേരം ആ മാളികമുറിയിൽ നിത്യപുരോഹിതനായ ക്രിസ്തു ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അനുസരിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ച അന്ത്യാത്താഴ വേളയിൽ ഊട്ടുമുറിയിൽ സ്ത്രീ സാന്നിധ്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നതായി വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നില്ല. എങ്കിലും തൻ്റെ മകനും ശിഷ്യഗണത്തിനും പെസഹ ഒരുക്കാൻ അരങ്ങത്തില്ലെങ്കിലും അണിയറയിൽ അമ്മ മറിയമുണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. സ്ത്രീ സാന്നിധ്യമില്ലാതെ പെസഹ ഒരുക്കുന്നത് അസാധ്യമാണ് യഹൂദ പാരമ്പര്യത്തിൽ. ആ രാത്രി അപ്പവും വീഞ്ഞും ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശരീരവും രക്തവുമായി പ്രിയ ശിഷ്യർക്ക് വിളമ്പിയ ശേഷം യാത്ര ചോദിക്കാനായി ക്രിസ്തു അമ്മയുടെ അരികിലേക്ക് അടുക്കളയുടെ സ്വകാര്യതയും ജപമണികളിൽ തളരാത്ത കരങ്ങളുടെ സുഹൃതവുമായി മറിയം മകനു മുന്നിൽ നിന്ന് കാണണം. ജീവിതയാത്ര കാൽവരി ലക്ഷ്യമാക്കി തന്നെയായിരുന്നു അവനും. സഹനത്തിൻ്റെ ചൂളയിൽ യാത്ര കാൽവരിയോളം എത്തുമ്പോൾ അമ്മയുടെ ഓർമ്മകളിൽ മനസ്സിടറി. ചേർത്തുപിടിച്ച് ആശ്വസിപ്പിക്കാൻ അമ്മയുടെ സാന്നിധ്യം വേണം. കാലിത്തൊഴുത്തിലും കാൽവരിയിലേക്കുമുള്ള കഥനചൂളയിലും അമ്മ മടിത്തട്ട് അവനെ കുളിരണിയിക്കുന്നുണ്ട്. തീവ്ര സ്നേഹത്തോടെ അമ്മയുടെ കവിളുകളിലൂടെ വിരൽ തഴുകി മൂകമായി അന്ത്യയാത്ര പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ കഥനത്തിൻ്റെ ആഴവും പരപ്പും നെഞ്ചിടിപ്പിൻ്റെ താളവും തെറ്റുന്നതും ആ സ്നേഹത്തണലിലും അമ്മ മറിയം തിരിച്ചറിഞ്ഞു കാണണം. അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെന്നാണ് തിരുവെഴുത്ത്. ചങ്കിലേക്ക് വാളുകണക്കെ സഹനം തറഞ്ഞപ്പോഴും, ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 35-ാം വാക്യം. നഷ്ടദുഃഖത്തിൻ്റെ ഭ്രമങ്ങളൊക്കെയും കൊട്ടിഘോഷിക്കാതെ ഉള്ളിലൊതുക്കിയപ്പോഴും, ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 49-ാം വാക്യം. നാം മറിയത്തിൻ്റെ സ്വാധീനം നാം കാണുന്നു. അവളുടെ സ്വകാര്യ ദുഃഖങ്ങളുടെ സൂക്ഷിപ്പ് കാൽവരിയോളം എത്തി നിൽക്കുന്നു. മുറിവേറ്റ കുഞ്ഞാട് ഇടയനോടെന്ന പോലെ സഹനം നമ്മെ ദൈവത്തോടടുപ്പിക്കും. ജീവിതയാത്രയിൽ ഒന്നിനെയും വകവയ്ക്കാതെ ഒരാൾക്കും പിടികൊടുക്കാതെ ഓടുന്നതിനിടയിൽ ഈ ആയുസ്സിൻ്റെ അർത്ഥവും നിയോഗവും വിശുദ്ധിയുമൊക്കെ നശിച്ചു പോകും. ഉയിരേകിയവൻ്റെ ഉയിരായി മാറും വരെ ഉടയവനാൽ ഉരുക്കി വാർക്കപ്പെടണം ഓരോ ജീവിതവും. തീയിലെറിയാതെ സ്വർണം മാറ്റുള്ളതാകില്ല. ശുദ്ധീകരിക്കപ്പെടാതെ മനുഷ്യൻ അമൂല്യനുമാകില്ല. എല്ലാ വിശുദ്ധ സ്നേഹത്തിലും ഒരു സഹനമുണ്ട്. വിശുദ്ധ മദർ തെരേസ പറയുന്നത്, സഹനമെന്നത് ക്രിസ്തുവിന് ചുംബിക്കാനുള്ള അകലത്തിൽ നിങ്ങളെത്തി എന്നതിൻ്റെ അടയാളമാണ് എന്നാണ്. കടലിന് മണലുകൊണ്ട് അതിർത്തി നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ദൈവം നിന്റെ സഹനത്തിനും അതിരി വെച്ചിട്ടുണ്ട്. സഹനം രക്ഷാകരമാകുന്നത് രക്ഷകൻ്റെ കുരിശിൻ്റെ ലക്ഷ്യവും നിന്റെ സഹനത്തിൻ്റെ ലക്ഷ്യവും ഒന്നാകുമ്പോഴാണ്. ജീവിത സഹനങ്ങളെയും ദുഃഖങ്ങളെയും പരിഭവമായി പുറത്തു പറഞ്ഞ് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകാനുള്ള കൃപ നഷ്ടപ്പെടുത്തുന്ന എന്നെയും നിന്നെയും അമ്മ മറിയം ഒരു നിഴൽ പോലെ ഇന്നും പിന്തുടരുന്നു. അവൾ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ നെഞ്ചിൽ പൊള്ളുന്നു. അവൾ സ്വന്തമാക്കിയ കൃപയുടെ ഒരു ഓഹരി പങ്കുവയ്ക്കാൻ അവൾ നമ്മളെ പിന്തുടരുന്നുണ്ട്.